പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം സദൃശവാക്യങ്ങൾ 21 അധ്യായം 2 വാക്യം. മനുഷ്യന്റെ വഴിയൊക്കെയും അവന് ചൊവ്വായി തോന്നുന്നു, യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. പ്രിയമക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന നല്ല ഒരു പിതാവ്. നാം സഞ്ചരിക്കുന്ന ഓരോ വഴികളും നമ്മുടെ ദൃഷ്ടി നല്ലതായിട്ട് തോന്നും, പക്ഷേ ഉയരങ്ങളിൽ വസിക്കുന്ന ഉന്നതനായ ദൈവം നമ്മുടെ ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കി ആ വഴിയുടെ ഓരോ ചുവടുവെപ്പും എങ്ങനെയുള്ളതാണെന്ന് നോക്കുന്നു. അത് നാം മനസ്സിലാക്കി വേണം ഈ ദിനങ്ങളെ ആയിത്തീരേണ്ടത്. യേശു പരീശന്മാരോട് ലൂക്കോസ് എഴുതിയ സുവിശേഷം 16:15 പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പത്രേ. പ്രിയ മക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന നല്ല ദൈവം നാം പോകുന്ന വഴിയൊക്കെയും മനസ്സിലാക്കിയാണ്. നമുക്ക് ചൊവ്വായിട്ട് തോന്നുന്നത് നമ്മുടെ അപ്പച്ചൻ്റെ മുമ്പിൽ അത് അറപ്പായിട്ടാണ്. ഹല്ലേലൂയ. നാം എല്ലാവരും തമ്മിൽ നീതീകരിക്കുവാൻ നോക്കുന്നവരാണ്. നമ്മുടെ കുറവുകൾ കാണിക്കാതെ മറ്റുള്ളവരുടെ കുറവുകൾ കാണിച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് ഹല്ലേലൂയ, അതായത് നല്ല സ്ഥാനം വേണമെന്ന് പറഞ്ഞൊക്കെ നിൽക്കുന്നു. നമുക്കറിയാം, ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തില് യഹോവ ശമൂവേൽ പ്രവാചകനെ ഇശ്ശായിയുടെ ഭവനത്തിലേക്ക് അയക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. നോക്ക്, ഇസ്രായേലിന്റെ രാജസ്ഥാനത്തിൽ നിന്ന് ശൗലിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് പുതിയ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുകയാണ് ശമൂവേൽ പ്രവാചകൻ. 1 ശമൂവേൽ 16:14 പറയുന്ന, യഹോവ കൽപ്പിച്ചതുപോലെ ശമൂവേൽ ബേത്ലഹേമിൽ ചെന്ന് എല്ലാവരോടും യഹോവയ്ക്ക് യാഗം കഴിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു, നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോട് കൂടെ യാഗത്തിന് വരുവാൻ പറഞ്ഞു. പ്രിയ മക്കളെ, എവിടെയും യാഗത്തിനൊരു ശുദ്ധീകരണം ആവശ്യമാണ്. ഇശ്ശായിയെയും തൻ്റെ മക്കളെയും യാഗത്തിന് ശമൂവേൽ പ്രവാചകൻ ക്ഷണിച്ചു. ഇശ്ശായി തൻ്റെ 7 പുത്രന്മാരെ അവിടെ കൊണ്ടുചെന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് നോക്കാം. 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ശമൂവേലിനോട് പറഞ്ഞതായ വാക്യം, അതായത് യഹോവ ശമൂവേലിനോട്, അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. മനുഷ്യർ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഹല്ലേലൂയ. നാം എല്ലാവരും ഇന്ന് ഇങ്ങനെയാണ് പ്രിയ മക്കളെ. നമ്മൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, അതായത് നമ്മുടെ കണ്ണിന് നമുക്ക് ഇമ്പമായിട്ടുള്ളതൊക്കെ നാം തിരഞ്ഞെടുക്കുന്നു. പക്ഷേ പ്രിയ മക്കളെ, മനുഷ്യർ ഇങ്ങനെ വ്യക്തി ജീവിതങ്ങളെ വിലയിരുത്തുന്നത് അത് പൊക്കവും നിറവും മുഖവും ഭാവവും ഒക്കെ നോക്കിയിട്ടാ. പക്ഷേ നമ്മുടെ വലിയവനായ ദൈവത്തിന് ഇതൊന്നും അല്ല ആവശ്യം. ഹല്ലേലൂയ. നിന്റെ ഹൃദയം എങ്ങനെയുള്ളതാണ്? അത് കപടം നിറഞ്ഞതാണോ? ദൈവഹിതമുള്ളതാണോ? നീ വിശ്വസ്തനാണോ? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുവാൻ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന കർത്തവ്യം ചെയ്യുവാൻ ഒരുക്കമുള്ളതാണോ എന്നൊക്കെ നോക്കുന്നേ. ഹൃദയങ്ങളെ മനസ്സിലാക്കിയ നമ്മുടെ ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെ തിരഞ്ഞെടുക്കുന്നത്, അതായത് ഓരോ കാര്യങ്ങളും നമ്മെ ഏൽപ്പിക്കുന്നതും. ഇന്ന് എങ്ങനെയാണ് നിറവും മണമൊക്കെ ഗുണമൊക്കെ നോക്കും. നമ്മുടെ ബാങ്ക് ബാലൻസ്, നമ്മുടെ കുടുംബ മഹിമയൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഒന്ന് ഏൽപ്പിക്കുന്നത്. പ്രിയ മക്കൾ, അതൊന്നും നിലനിൽക്കുന്നതല്ല. നാം കണ്ടുവരുന്നത് ഈ ദിവസങ്ങളെ അങ്ങനെയൊക്കെയല്ലേ. നോക്കൂ, നമ്മുടെ ദൈവം തിരഞ്ഞെടുക്കുന്നത്, നമ്മെ ഏൽപ്പിക്കുന്ന നിലനിൽക്കുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നതാണ്. കർത്താവ് അപ്പച്ചന് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കും. അപ്പച്ചൻ നോക്കുന്നത് എന്താ? നിന്നെ വിശ്വസ്തയോടെ കർത്താവിൻ്റെ സേവനം ചെയ്യുവാൻ ഏൽപ്പിച്ചത് നീ വിശ്വസ്തയോട് ചെയ്യുന്നു എന്നാണ്. 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പാകെ നിർത്തിയിട്ട് ഇവരെ ഒന്നും യഹോവ തിരഞ്ഞെടുക്കുവാൻ അഭിഷേകം ചെയ്യുവാൻ ശമൂവേലിനെ അനുവദിച്ചില്ല. പ്രിയ മക്കളെ, 1 ശമൂവേലിന്റെ 16-11 വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ പുത്രന്മാരെല്ലാവരും ആയോ എന്ന് ശമൂവേൽ ചോദിച്ചേനെ. അവൻ, ഇനി ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശ്ശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തി ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു. പ്രിയ മക്കളെ, നമ്മുടെ ഭവനത്തിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ചിലരെയൊക്കെ അങ്ങ് തള്ളി മാറ്റും. ഹല്ലേലൂയ. നമ്മുടെ അപ്പച്ചൻ അങ്ങനെയല്ല.
നമ്മെ തെരഞ്ഞെടുക്കുന്ന അപ്പച്ചനാണ്. നിന്നെ തന്നെ ഉപയോഗപ്രദമാക്കും. തള്ളിക്കളഞ്ഞ കല്ലാണ് മൂലക്കല്ലായി തീർന്നിരിക്കുന്നത്. ഒരു കാര്യം പറയതേ, പന്തി ഇരിക്കുവാൻ എല്ലാവരും തിരക്ക് കൂട്ടുകയാണ്. ആരെല്ലാമാണ്, എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ആർക്കും ഒന്നും അറിയണ്ട. എങ്ങനെയെങ്കിലും പന്തിക്കിരുന്നാ മതി. പണവും പ്രതാപവും ഉണ്ടോ? അത് മതി. പക്ഷേ നാം ചിന്തിക്കണം പ്രിയ മക്കളെ, പണവും പ്രതാപവും ഉണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കുമ്പോൾ സുഖമായിട്ടൊക്കെ തോന്നും. പക്ഷേ നോക്കൂ, ലാസറിന്റെ ധനവാന്റെ കാര്യം നാം ഓർക്കണം. ആ ലൂക്കോസ് സുവിശേഷം 16 അധ്യായത്തിലേക്ക് നമ്മുടെ കണ്ണൊന്ന് പോകണം. നോക്കൂ, ഇശായി തന്റെ ഇളയ മകനെ ആളയച്ച് വരുത്തി. 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ പവിഴ നിറമുള്ളവനും സുനേന്ദ്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ ശമൂവേലിനോട്, എഴുന്നേറ്റ് ഇവനെ തന്നെ അഭിഷേകം ചെയ്യാം. പ്രിയ മക്കളെ, നമ്മുടെ അപ്പച്ചനറിയാം ആരെ അഭിഷേകം ചെയ്യണം, ആരെ തെരഞ്ഞെടുക്കണമെന്ന്. ഹല്ലേലൂയ. നമ്മെ അപ്പനും അമ്മയും സഹോദരങ്ങളും ഒരു വിലയിടും. ഇവനെ കൊണ്ട് അല്ലെങ്കിൽ ഇവളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തും. സങ്കീർത്തനം 27:10 പറയുന്നുണ്ട്, ദാവീദ് തന്നെ പറയുന്നു, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും. പ്രിയ മക്കളെ, പലപ്പോഴും ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ നമുക്ക് വന്നേക്കാം. നിന്നെയും പഴിയും ദുഷിയും കേൾക്കേണ്ടതായിട്ട് വരും. നോക്കൂ, ഇവിടെ ഇശായിയുടെ ഇളയ മകനായ ദാവീദ് ആടിനെ മേയ്ക്കുവാൻ കാട്ടിൽ പോയിരുന്നതാ. നോക്കൂ, അവിടെ നിന്നാണ് യഹോവ അവനെ വരുത്തി തൈലാഭിഷേകം ചെയ്തത്. പ്രിയ മക്കളെ, നിങ്ങളെ നോക്കുന്ന നല്ല ദൈവം. നാം ഏത് രീതിയിൽ എവിടെയായിരുന്നാലും കർത്താവ് നമ്മെ കണ്ടിട്ടുണ്ടോ, അവിടെ നിന്ന് നമ്മെ കൊണ്ടുവരും. ഹല്ലേലൂയ. കർത്താവിന് നമ്മെ കൊണ്ട് ആവശ്യമുണ്ട്. പ്രിയ മക്കളെ, ഇന്ന് നമ്മുടെ സ്ഥിതികൾ അറിയുന്ന അപ്പച്ചനാണ്. ഒരുവനെ ഹല്ലേലൂയ ദൈവവേല ചെയ്യുവാൻ, കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ ആഗ്രഹമുണ്ടോ? നിന്റെ ആഗ്രഹം അറിയുന്ന അപ്പച്ചനാണ്. ഹല്ലേലൂയ. 13-ാം വാക്യത്തിൽ കാണുന്നു, അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പ് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. നോക്കൂ, സഹോദരനും മാതാപിതാക്കളും ഒക്കെ നിന്നെ തള്ളിക്കളഞ്ഞതല്ലേ, നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞതല്ലേ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങളെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്ത നല്ലൊരു പിതാവ്, മനുഷ്യൻ പുറമേ നോക്കുന്നു, ഹൃദയങ്ങളെ അറിയുന്ന നല്ല പിതാവ് നമ്മോട് കൂടെ ഇന്നുമുണ്ട്. പ്രിയ മക്കളെ, ദൈവസന്നിധി നമുക്കായിത്തീരാം. കർത്താവിന് ഒരുവനെ തെരഞ്ഞെടുത്ത് രാജസ്ഥാൻ താക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ പഠിത്തമോ പ്രവൃത്തിയോ ഒന്നും വേണ്ട. പ്രിയ മക്കളെ, ദൈവകൃപയുണ്ടോ? അത് മതി. ഹല്ലേലൂയ. നാം ദാവീദിനെ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് സങ്കീർത്തന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, യഹോവ നമ്മുടെ ഇടയനായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന നല്ല പിതാവ് ഇന്നും നമ്മോട് കൂടെയുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. മനുഷ്യർ പലതും പറഞ്ഞ് ലേബലുകൾ പലതും നമ്മൾ കുത്തിവെക്കും. ഹല്ലേലൂയ. ഇന്ന് നാം അതൊന്നും നോക്കണ്ട. നമ്മെ കാണുന്ന നല്ല പിതാവ് നമ്മെ കരുതും. പ്രിയ മക്കളെ, ഹല്ലേലൂയ. മനുഷ്യന്റെ വഴിയൊക്കെ അവന് ചൊവ്വായി തോന്നിയ യഹോവയോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. പ്രിയ മക്കളെ, ഇന്ന് ആത്മീയത നഷ്ടപ്പെടുത്തി ലോകമോഹങ്ങൾ തേടി ജനങ്ങൾ സഞ്ചരിക്കുന്നു. നമ്മുടെ നോട്ടം യേശുവിങ്കിലേക്കാകണം. നിത്യതയ്ക്ക് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. പ്രിയ മക്കളെ, ദൈവകൃപ പ്രാപിച്ച് ഹല്ലേലൂയ നല്ല മാർഗം തിരഞ്ഞെടുത്ത് യേശുവിനെ നോക്കി നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുക. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കി നിന്നാൽ നമുക്കൊന്നും ചെയ്യുവാൻ സാധ്യമാകുകയില്ല. പ്രിയ മക്കളെ, നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാ. ഹല്ലേലൂയ. നമ്മെ കാണുന്ന അപ്പച്ചൻ ഇന്നും നമ്മോട് കൂടെയുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന ജീവിതമേ, നിങ്ങളെ അറിയുന്ന അപ്പച്ചൻ, നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന അപ്പച്ചൻ, നിങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ നല്ല വഴികളെ ഒക്കെ ഒരുക്കി തരും. ആരുടെ മുന്നിലും ഹല്ലേലൂയ നിങ്ങൾ ലജ്ജിതരായി തീരല്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നപ്പാ. ഹല്ലേലൂയ. മനുഷ്യർ പുറമേ നോക്കുമ്പോൾ ഹൃദയം അറിയുന്ന അപ്പച്ച, ഓരോരുത്തരെയും ഹൃദയ വിചാരങ്ങളെ മനസ്സിലാക്കുന്ന അപ്പച്ച, ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. കരങ്ങളിൽ വഹിച്ച് കർത്താവ് എടുത്ത് ഉപയോഗിക്കണം അപ്പച്ച. മനുഷ്യർ തള്ളിയതെങ്കിലും എൻ്റെ അപ്പച്ചൻ ഹല്ലേലൂയ എടുത്ത് ഉപയോഗിക്കണമേ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഓരോരുത്തരും നിലനിൽപ്പാൻ ഹൃദയ വിചാരങ്ങളെ അറിയുന്ന അപ്പച്ചൻ എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കണം അപ്പച്ച. ഇന്നത്തെ വചനം എല്ലാവരുടെയും ജീവിതത്തിൽ അനുഗ്രഹമാക്കണമേ. പുതിയ ചിന്തയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവമേ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അപ്പച്ചൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ.